ഒക്ടോബർ മാസം 31 ഇന്ന്. ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഓർമ്മ കൂടിയാണ് ഇന്ന്. ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിര എന്നാൽ ഇന്ത്യയെന്നും മുഴങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിൽ. പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും എന്നും പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായിരുന്നു ഇന്ദിരാഗാന്ധി. ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയും ഗബ്രിയേൽ ഗാർസിയ മാർക്കസും ചങ്ങാതിമാരായിരുന്നു. ദേശാതിർത്തികളും പിന്നിട്ട വായനാശീലം ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഹലോ മലയാളം തുടങ്ങാം. 1982 ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന് സാഹിത്യ നൊബേൽ ലഭിക്കുന്നത്. തികച്ചും യാദൃശ്ചികമായിരുന്നു അതെന്ന് പറയാം. അതേ സമയത്താണ് ഇന്ദിര മാർക്കസിന്റെ ഏകാന്തതയുടെ 100 സംവത്സരങ്ങൾ എന്ന പുസ്തകം വായിക്കുന്നത്. മാർക്കസിനെ ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്ന് ഇന്ദിര അതിയായി ആഗ്രഹിച്ചിരുന്നു. സുഹൃത്തായ ഫിഡൽ കാസ്ട്രോ വഴി ഇക്കാര്യം നടത്താമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അതിനുശേഷം മോസ്കോയിൽ നടന്ന ഒരു പരിപാടിയിൽ ഫിഡൽ കാസ്ട്രോയെ ഇന്ദിര കണ്ടുമുട്ടി. ഡൽഹിയിൽ നടക്കുന്ന ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാസ്ട്രോയെ ഇന്ദിരാഗാന്ധി ക്ഷണിച്ചു. ഒപ്പം ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു, താങ്കളുടെ ഉറ്റ സുഹൃത്ത് മാർക്കസിനെ കൂടി ഒന്നൊപ്പം കൂട്ടിയേക്കണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം അങ്ങനെ നടന്നു. 1983 ഫിഡൽ കാസ്ട്രോയ്ക്കൊപ്പം സാക്ഷാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കസും ഡൽഹിയിലേക്ക് വിമാനത്തിൽ വന്നു. എല്ലാവരും വിമാനം ഇറങ്ങി കഴിഞ്ഞിട്ടും മാർക്കസ് ആ സീറ്റിൽ തന്നെ ഇരുന്നു. ക്യൂബയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഫിഡൽ കാസ്ട്രോയെ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന തിരക്കുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങാം, അങ്ങനെയായിരുന്നു കാസ്ട്രോ ചിന്തിച്ചത്. പക്ഷേ കാസ്ട്രോയെ സ്വീകരിക്കാനെത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിമാനത്തിന്റെ ഗോവണി വരെ എത്തി മാർക്കസിനെ തിരക്കി. ആ നിമിഷം മുതൽ ഇന്ദിരയോടുള്ള ആദരം വർദ്ധിച്ചു എന്നാണ് പിന്നീട് മാർക്കസ് തന്നെ പറഞ്ഞത്. ഇന്ദിരാഗാന്ധി ഫ്രഞ്ച് സംസാരിച്ചു, അവർ അരാക്കാറ്റക്കയിൽ പറന്നിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്നായിരുന്നു മാർക്കസിന്റെ വാക്കുകൾ. ഡൽഹി സന്ദർശിച്ച വിഖ്യാത എഴുത്തുകാരനോട് പിന്നീട് ഒരു അവസരത്തിൽ ഇന്ത്യ മുഴുവൻ കാണാനായി വരണമെന്നും ഇന്ദിരാഗാന്ധി അഭ്യർത്ഥിച്ചു. പക്ഷേ തൊട്ടടുത്ത വർഷം ഇന്ദിര വെടിയേറ്റു മരിച്ചു. ആ അരുംകൊലയുടെ വാർത്തയറിഞ്ഞ മാർക്കസ് ഒരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും ഇന്ത്യ സന്ദർശിക്കില്ല എന്ന്. അതിശക്തയായ ഭരണാധികാരി എന്നറിയപ്പെടുമ്പോഴും നല്ലൊരു വായനക്കാരി കൂടിയായിരുന്നു ഇന്ദിരാഗാന്ധി. ആ എഴുത്തുകാരന് അത്രത്തോളം അടുപ്പവും അതുകൊണ്ട് തന്നെ ഇന്ദിരയോടുണ്ടായിരുന്നു. പിതാവ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഇന്ത്യൻ ജനതയെ അത്രമേൽ സ്വാധീനിച്ച ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് മോട്ടിവേറ്ററിലും. അനുകൂല സമയത്തിനായി കാത്തു നിൽക്കാനാവില്ല, ചിലപ്പോഴൊക്കെ നാം ധൈര്യത്തോടുകൂടി മുന്നോട്ട് ചലിക്കണം. അതെ, നല്ല സമയം കെട്ട സമയം എന്നൊന്നും ചിന്തിക്കാതെ ഈ നിമിഷം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലേ? ഇതാണ് ആ സമയം. നമുക്ക് ചിന്തിച്ച് തുടങ്ങാം, നമുക്ക് മുന്നോട്ട് ചലിക്കാം. ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വെക്കേണ്ടതേ. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതിനിപ്പോൾ നാളെ ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ, അങ്ങനെ വിചാരിക്കേണ്ട. ഇന്നിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ? പക്ഷെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും കാണും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കേണ്ട, ഇന്ന് തന്നെ അതങ്ങ് തുടങ്ങിയേക്കാം.